ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കായിക വേദികളാണ്. ആദ്യമായി നമ്മൾ നോക്കുന്നത് ഫുട്ബോളിലെ കായിക വേദികളാണ്. പ്രധാനപ്പെട്ട കായിക വേദികൾ നോക്കാം. 2022 22ാമത് ഫിഫ ലോകകപ്പ് വേദി ഖത്തറാണ്. 2022 ഫിഫ ലോകകപ്പ് വേദി എവിടെയാണ്? ഖത്തറാണ്. ജേതാക്കൾ അർജന്റീനയാണ്. റണ്ണറപ്പ് ഫ്രാൻസ് ആണ്. ഭാഗ്യചിഹ്നം ലൈബ് ആണ്. ലൈബ്. 2022 ഫിഫ ലോകകപ്പ് വേദി ഖത്തറാണ്. ജേതാക്കൾ അർജന്റീന. റണ്ണറപ്പ് ഫ്രാൻസ്. ഭാഗ്യചിഹ്നം ലഈബ്. 2021 47ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദിയായ രാജ്യമാണ് ബ്രസീൽ. 2021 47ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദിയായ രാജ്യം ബ്രസീലാണ്. ജേതാക്കൾ അർജന്റീന. റണ്ണറപ്പ് ബ്രസീലാണ്. റണ്ണറപ്പ് ബ്രസീൽ. 2023 9ാമത് ഫിഫ വനിതാ വേൾഡ് കപ്പ് വേദിയായ രാജ്യങ്ങൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആണ്. ജേതാക്കൾ സ്പെയിനാണ്. റണ്ണറപ്പ് ഇംഗ്ലണ്ടാണ്. 2023 9ാമത് ഫിഫ വനിതാ വേൾഡ് കപ്പ് വേദിയായ രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ജേതാക്കൾ സ്പെയിൻ. റണ്ണറപ്പ് ഇംഗ്ലണ്ടാണ്. റണ്ണറപ്പാരാണ് ഇംഗ്ലണ്ട്. ഫിഫ അണ്ടർ 17 വനിതാ വേൾഡ് കപ്പ് 2022 വേദി ഇന്ത്യയാണ്. ജേതാക്കൾ സ്പെയിൻ. റണ്ണറപ്പ് കൊളംബിയ. ഭാഗ്യചിഹ്നം ഇബ എന്ന പെൺസിംഹമാണ്. ഇബ എന്ന പെൺസിംഹമാണ് ഭാഗ്യചിഹ്നം. ഫിഫ അണ്ടർ 17 വനിതാ വേൾഡ് കപ്പ് 2022 വേദി ഇന്ത്യയിലാണ്. ഫിഫ അണ്ടർ 17 വനിതാ വേൾഡ് കപ്പ് നടന്നത് ഇന്ത്യയിലാണ്. ജേതാക്കൾ സ്പെയിനാണ്. റണ്ണറപ്പ് കൊളംബിയ. ഭാഗ്യചിഹ്നം ഇബ എന്ന പെൺസിംഹമാണ്. 2022 ഫിഫ ക്ലബ് ലോകകപ്പ് വേദി മൊറോക്കോയിലാണ്. 2022 ഫിഫ ക്ലബ് ലോകകപ്പ് വേദി മൊറോക്കോയിലാണ്. ജേതാക്കൾ റയൽ മാഡ്രിഡും റണ്ണറപ്പ് അൽ ഹിലാലുമാണ്. 2022 ഫിഫ ക്ലബ് ലോകകപ്പ് വേദി മൊറോക്കോ ആണ്. ജേതാക്കൾ റയൽ മാഡ്രിഡും റണ്ണറപ്പായത് അൽ ഹിലാലാണ്. അൽ ഹിലാൽ. 2022 ഫിഫ ലോകകപ്പ് വേദി മൊറോക്കോയിലാണ്. മൊറോക്കോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിക്കറ്റിന്റെ പ്രധാനപ്പെട്ട വേദികളാണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വേദിയായ രാജ്യങ്ങളാണ് ശ്രീലങ്ക, പാകിസ്ഥാൻ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വേദിയായ രാജ്യങ്ങൾ ശ്രീലങ്ക, പാകിസ്ഥാനാണ്. ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണറപ്പ് ശ്രീലങ്കയാണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വേദിയായ രാജ്യങ്ങൾ ശ്രീലങ്ക, പാകിസ്ഥാൻ. ജേതാക്കൾ ഇന്ത്യ. റണ്ണറപ്പ് ശ്രീലങ്കയാണ്. റണ്ണറപ്പ് ശ്രീലങ്ക. 2023 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വേദിയായത് ഇംഗ്ലണ്ടാണ്. 2023 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വേദിയായത് ഇംഗ്ലണ്ടാണ്. ജേതാക്കൾ ഓസ്ട്രേലിയ. റണ്ണറപ്പ് ഇന്ത്യയുമാണ്. 2023 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വേദി ഇംഗ്ലണ്ടാണ്. ജേതാക്കൾ ഓസ്ട്രേലിയ. റണ്ണറപ്പ് ഇന്ത്യയാണ്. റണ്ണറപ്പ് ഇന്ത്യ. 2022 പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഓസ്ട്രേലിയയിലാണ്. 2022 പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഓസ്ട്രേലിയ. ജേതാക്കൾ ഇംഗ്ലണ്ട്. റണ്ണറപ്പ് പാകിസ്ഥാനാണ്. 2022 പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഓസ്ട്രേലിയ. ജേതാക്കൾ ഇംഗ്ലണ്ട്. റണ്ണറപ്പ് പാകിസ്ഥാനാണ്. റണ്ണറപ്പാരാണ് പാകിസ്ഥാനാണ്. 2023 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്കയിലാണ്. ജേതാക്കൾ ഓസ്ട്രേലിയ. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക. 2023 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്കയിലാണ്. ജേതാക്കൾ ഓസ്ട്രേലിയ. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക. 2023 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്കയിലാണ്. ജേതാക്കൾ ഓസ്ട്രേലിയ. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയാണ്. 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യ. 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ്? ഇന്ത്യയാണ്. ജേതാക്കൾ ഓസ്ട്രേലിയ. റണ്ണറപ്പായത് ഇന്ത്യയാണ്. 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യയിലാണ്. ജേതാക്കൾ ഓസ്ട്രേലിയ. റണ്ണറപ്പായത് ഇന്ത്യയാണ്. റണ്ണറപ്പ് ഇന്ത്യ. അടുത്ത നമുക്ക് ഒളിമ്പിക്സിന്റെ വേദികൾ നോക്കാം. ഒളിമ്പിക്സിന് 2020 വേദിയായത് ടോക്കിയോ, ജപ്പാനാണ്. 2024 നടക്കാൻ പോകുന്നത് പാരീസിലാണ്. ഫ്രാൻസിലെ പാരീസിലാണ് 2024 ഒളിമ്പിക്സ് വേദിയാകാൻ പോകുന്നത്. പാരീസ്, ഫ്രാൻസ്. 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസ്, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. 2020 ടോക്കിയോ, ജപ്പാൻ. 2024 പാരീസ്, ഫ്രാൻസ്. 2028 ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. അടുത്ത ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2022 18ാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി യുജിൻ, അമേരിക്കയിലെ യുജിൻ ആണ്. 2022 18ാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി യുജിൻ, അമേരിക്ക. യുജിൻ, അമേരിക്ക.
2023 19ാമത് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബുഡാപെസ്റ്റ്, ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് ലോക അത്ലറ്റിക് 2023 19ാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബുഡാപെസ്റ്റ്, ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ് 2023 19ാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഹംഗറിയിലെ ബുഡാപെസ്റ്റ്. ഭാഗ്യചിഹ്നം യോഹു ആണ്. ഭാഗ്യചിഹ്നം ഏതായിരുന്നു? യോഹു. ഭാഗ്യചിഹ്നം യോഹു ആണ്. 2022 22ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാണ് ബർമിംഗ്ഹാം. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലാണ് 2022 22ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ബർമിംഗ്ഹാം. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം ആയിരുന്നു. ഭാഗ്യചിഹ്നമായിരുന്നു പെറി എന്ന കാള. പെറി എന്ന കാളയാണ് 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം പെറി എന്ന കാളയാണ്. ദേശീയ ഗെയിംസ് നോക്കാം. 2022 36ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഗുജറാത്തിലാണ്. കിരീടം സർവീസസിനാണ്. ഭാഗ്യചിഹ്നം സാവജ് എന്ന സിംഹമാണ്. സാവജ് എന്ന സിംഹം. 2023 37ാമത് ദേശീയ ഗെയിംസ് നടന്ന വേദി ഗോവയിലാണ്. കിരീടം മഹാരാഷ്ട്ര. ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ്. മോഗ എന്ന കാട്ടുപോത്താണ് ദേശീയ ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം. അടുത്ത 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദി ഭോപ്പാലാണ്. ഭോപ്പാൽ. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദി ഭോപ്പാലാണ്, മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. ജേതാക്കൾ മഹാരാഷ്ട്ര. ജേതാക്കൾ മഹാരാഷ്ട്ര. കേരളത്തിന് 6ാം സ്ഥാനമായിരുന്നു. 2024 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈയിലാണ് നടക്കുന്നത്. 2024 വേദി ചെന്നൈയിലാണ്. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദി ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. ജേതാക്കൾ മഹാരാഷ്ട്രയാണ്. കേരളം 6ാം സ്ഥാനത്താണ്. 2024 വേദി ചെന്നൈയിലാണ്. 3ാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 വേദി ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലാണ് 3ാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 വേദി ഉത്തർപ്രദേശാണ്. ജേതാക്കൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ്. ജേതാക്കൾ ആരാണ്? പഞ്ചാബ് യൂണിവേഴ്സിറ്റി. അത്ലറ്റിക് വിഭാഗത്തിൽ ജേതാക്കളായത് കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. അത്ലറ്റിക് വിഭാഗത്തിൽ ജേതാക്കളായത് കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. 2024 വേദി എവിടെ വെച്ചാൽ ഗുവാഹത്തി, ആസാമിലെ ഗുവാഹത്തിയാണ്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2024 വേദി ഗുവാഹത്തി, ആസാം. ഗുവാഹത്തി ആസാമിലാണ്. ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റ് 2023 ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റ് 2023 വേദി ഭോപ്പാലിലാണ്. ഭോപ്പാലിലാണ് ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റ് 2023 വേദി ഭോപ്പാലിലാണ്. ജേതാക്കൾ ഹരിയാന. കേരളം 4ാം സ്ഥാനത്താണ്. കേരളം എത്രാം സ്ഥാനത്താണ്? 4ാം സ്ഥാനത്താണ്. ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ 2023 വേദി ഭോപ്പാലാണ്. ജേതാക്കൾ ഹരിയാന. കേരളം 4ാം സ്ഥാനത്താണ്. കേരളം എത്രാം സ്ഥാനത്താണ്? 4ാം സ്ഥാനത്താണ്. പ്രഥമ കേരള ഗെയിംസ് 2022 പ്രഥമ കേരള ഗെയിംസ് 2022 വേദി തിരുവനന്തപുരത്താണ്. ജേതാക്കൾ തിരുവനന്തപുരം. ഭാഗ്യചിഹ്നമാണ് നീരജ് എന്ന മുയലാണ്. നീരജ് എന്ന മുയൽ. പ്രഥമ കേരള ഗെയിംസ് 2022 വേദി തിരുവനന്തപുരമാണ്. ജേതാക്കളായതും തിരുവനന്തപുരത്താണ്. ഭാഗ്യചിഹ്നം നീരജ് എന്ന മുയലാണ്. നീരജ് എന്ന മുയലാണ്. പ്രഥമ കേരള ഗെയിംസിന്റെ 2022 ഭാഗ്യചിഹ്നം നീരജ് എന്ന മുയലാണ്. നീരജ് എന്ന മുയൽ. അടുത്ത് 44ാമത് ചെസ് ഒളിമ്പ്യാഡ് 2022 വേദിയായത് മാമല്ലപുരം. തമിഴ്നാട്ടിലെ മാമല്ലപുരത്താണ് 44ാമത് ചെസ് ഒളിമ്പ്യാഡ് 2022 വേദിയായത് മാമല്ലപുരം, തമിഴ്നാട്. ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഉസ്ബെക്കിസ്ഥാനാണ്. 44ാമത് ചെസ് ഒളിമ്പ്യാഡ് 2022 ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഉസ്ബെക്കിസ്ഥാനാണ്. വേദിയായത് മാമല്ലപുരം, തമിഴ്നാട്. മാമല്ലപുരം തമിഴ്നാടാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി അസ്താന. അസ്താനയിലാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി എവിടെയാണ്? അസ്താന, കസാക്കിസ്ഥാനിലാണ്. അസ്താന കസാക്കിസ്ഥാനാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി അസ്താന, കസാക്കിസ്ഥാൻ. ജേതാവ് ഡിങ് ലിറൻ. ചൈനക്കാരനായ ഡിങ് ലിറനാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2023 ജേതാവ്. ഡിങ് ലിറൻ ചൈന. ഡിങ് ലിറൻ ചൈനക്കാരനാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി അസ്താന, കസാക്കിസ്ഥാൻ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2023 ജേതാവാണ് ഡിങ് ലിറൻ ചൈന. ഡിങ് ലിറൻ ചൈന. അടുത്ത ചെസ് ലോകകപ്പ് 2023 ചെസ് ലോകകപ്പ് 2023 വേദി ബാക്കു. അസർബൈജാനിലെ ബാക്കുവിലാണ് ചെസ് ലോകകപ്പ് 2023 വേദിയായത്. അസർബൈജാനിലെ ബാക്കുവിലാണ്. പുരുഷ വിഭാഗം വിജയി മാഗ്നസ് കാൾസനും വനിതാ വിഭാഗം വിജയി അലക്സാണ്ട്ര ഗൊരച്ചെക്കിനാണ്. ചെസ് ലോകകപ്പ് 2023 വേദി ബാക്കു, അസർബൈജാനിലെ ബാക്കു ആണ്. പുരുഷ വിഭാഗം വിജയിയായത് മാഗ്നസ് കാൾസനും വനിതാ വിഭാഗം വിജയിയായത് അലക്സാണ്ട്ര ഗൊരച്ചെക്കിനെയാണ് വനിതാ വിഭാഗം വിജയിയായത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.